ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന 775 വർഷം പഴക്കമുള്ള നമ്മുടെ 10 രൂപ നോട്ടിൽ ഇടം പിടിച്ച കൊനാർക്ക് സൂര്യക്ഷേത്രം ഒരു ആർക്കിടെക്ചറൽ അത്ഭുതം മാത്രമല്ല, ഒരു രഥരൂപത്തിലാണ് ഇത് നിർമ്മാണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 12 ജോഡി ചക്രങ്ങളാണുള്ളത്. വിശാലമായ രൂപകൽപ്പന കാരണം പലപ്പോഴും സോളാർ കലണ്ടറായി ഇവ നിലകൊള്ളുന്നു. ഈ 12 ചക്രങ്ങൾ വർഷത്തിലെ 12 മാസങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ ഒരു ചക്രത്തിന് 8 പ്രധാന സ്പോക്കുകളുണ്ട്. സ്പോക്കുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചക്രത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഔട്ടർ റിമിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു റേഡിയൽ ലെങ്ത്. അത് 24 മണിക്കൂറിന് 8 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. ഇതിനർത്ഥം 2 പ്രധാന സ്പോക്കുകൾ തമ്മിൽ 3 മണിക്കൂർ എന്നാണ്. കൂടാതെ ഇതിന് 8 മൈനർ സ്പോക്കുകളും ഉണ്ട്. ഇവ 2 മേജർ സ്പോക്കുകളുടെ മധ്യത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്നു. ഇത് അർത്ഥമാക്കുന്നത് മൈനർ സ്പോക്ക് 3 മണിക്കൂറിന് പകുതിയായി വിഭജിക്കുന്നു എന്നാണ്. അതിനാൽ മേജർ സ്പോക്കിനും മൈനർ സ്പോക്കിനും ഇടയിലുള്ള സമയം 1.5 മണിക്കൂർ അഥവാ 90 മിനിറ്റ് ആണ്. കൂടാതെ ചക്രത്തിൻ്റെ അരികിലൂടെ നിരവധി ബീഡ്സുകളും കാണാൻ പറ്റും. ഈ മേജർ ആൻഡ് മൈനർ സ്പോക്കുകൾക്ക് ഇടയിലൂടെ 30 ബീഡ്സാണ് ഉള്ളത്. ഓരോ ബീഡ്സും 3 മിനിറ്റാണ് കണക്കാക്കുന്നത്. ആയതിനാൽ മേജർ ആൻഡ് മൈനർ സ്പോക്കുകൾക്ക് ഇടയിൽ 90 മിനിറ്റിനെ 30 ബീഡ്സുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈ വീലിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു കട്ടി കുറഞ്ഞൊരു വടിയോ മറ്റും വെച്ച് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഷാഡോ കാസ്റ്റ് ചെയ്യുന്നത് കാണാവുന്നതാണ്. അങ്ങനെ ആണ് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറക്റ്റായി സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യമാണ് സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത്. അതിനുവേണ്ടി സൂര്യക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മറ്റൊരു ചക്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. അത്ഭുതം തന്നെയല്ലേ 750 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു നിർമ്മാണമൊക്കെ ഉണ്ടായതിൽ.